മറ്റേതെന്തോ അടി കഴിഞ്ഞ നാട്ടിനെ അന്നെ കടിച്ചാളിയാ. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്ധ്രാപ്രദേശില് ഗുഹ കണ്ടു. കഴിഞ്ഞ വീഡിയോയില് ഗുഹ കണ്ടു. അതിനുശേഷം തൊട്ടിപ്പുറം തന്നെ ബുദ്ധന്റെ ഒരു പ്രതിമ സ്റ്റാച്ചു ഇതെല്ലാം ഉണ്ട്. അതും കണ്ട് നേരെ നമ്മൾ ഹൈദരാബാദിലേക്ക് ഓടിക്കുകയാണ്. അന്നേരം നമുക്ക് എന്താ ചെയ്യാ, ബുദ്ധന്റെ പ്രതിമ കാണാം. കുറച്ച് കാഴ്ചകളെല്ലാം, അടിപൊളി കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് നേരെ ഹൈദരാബാദിലേക്ക് ഓടിക്കാം. അതിന്റെ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. തോന്നല്ലേ അടുത്ത് പോയ കാട് എന്തോ ഇത് വെച്ചിട്ടുണ്ട്. വലിയ പ്രതിമയാണ് ഇത്. അങ്ങ് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് കാണുന്ന കേട്ടാ. ഓ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിരുന്നു. ഇതെന്തോ ഫൈനിനെ പറ്റിയിട്ടുള്ളതാണ് എഴുതി വെച്ചിന്. എന്തോ ചെയ്ത് കഴിഞ്ഞാൽ 1000 ഉറുപ്യ ഫൈന് കിട്ടും, അങ്ങനെ എന്തല്ലോ എഴുതി വെച്ചിന്. ആന്ധ്ര ഭാഷയിലായതുകൊണ്ട്, ആന്ധ്രയിലേതാ ഭാഷ? തെലുങ്കല്ലേ. തെലുങ്കിലായതുകൊണ്ട് എനിക്ക് തിരിയുന്നില്ല. അടിപൊളി പ്രതിമയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് കുർണൂറിലേക്കാണ്. ഹൈദരാബാദിൽ പോകുന്ന റോഡിനുള്ള വലിയ ടൗണാണ് കുർണൂർ. നമ്മളിപ്പോൾ ലൊക്കേഷൻ കുർണൂറിലേക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം 2.42 മിനിറ്റ് ഉണ്ട്. 105 കിലോമീറ്റർ ഉണ്ട് കുർണൂറിലേക്ക് പോകുന്ന. ആന്ധ്രാപ്രദേശിന്റെ ഒരു ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈഡ് നോക്കിയാലും വ്യൂ അല്ല വിജോ, ഒന്നിക്കല് പച്ചക്കറി സാധനങ്ങള്, ഒന്നിക്കല് പൂവ് അല്ല പൂവ് വിരിയിക്കുന്ന സംഭവങ്ങള്, ഒന്നിക്കല് നല്ല നെൽപ്പാടങ്ങള്, ഒന്നിക്കല് മല, ഒന്നിക്കല് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ നല്ല മല. ഓ, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത വ്യൂ. അതാ ഒരെന്തോന്ന് വരുന്നുണ്ട് മുന്നിന്ന്. പുല്ലുച്ചാമി വരുന്നുണ്ട്. എന്റെ മോനെ, നമ്മളെ വണ്ടിക്കാരെ സൈഡിട്ട് നിൽക്കണം. അത് ട്രാക്ടറില് നല്ല ട്രാക്ടറിനെക്കാട്ടിയും വലിയ അട്ടിയിൽ പുല്ല് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കണം, ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം ഏകദേശം സമയം 1:30 മണിയായി. എവിടെയെങ്കിലും സൈഡിൽ വെക്കണം. നല്ല എന്ത് കറിയാണ് വെക്കുന്നത്? ഇന്നത്തെ എൻ്റെ പരിപ്പിൻ്റെ ടേസ്റ്റ് ബിജുവിന് പിടിച്ചു പോയിന്. ബിജു പറഞ്ഞ് പരിപ്പ് കറി തന്നെ വെക്കണമെന്ന്. നമ്മൾ വീണ്ടും പരിപ്പ് കറി തന്നെ ഇന്നുണ്ടാക്കുന്നത്. പരിപ്പ് കറി നമ്മൾ രാത്രിയും കൂട്ടി. ഇന്നലെ കുറച്ചധികം ഉണ്ടാക്കി, ഉച്ചക്ക് രാത്രിയും പരിപ്പ് കറി കൂട്ടി. ഉച്ചക്ക് ചോറും കൂടി കുറച്ചധികം. ഇന്ന് പരിപ്പും ചോറും. വലിയൊരു തടാകം. നദി ഉണ്ടോയെന്നറിയില്ല, ഏതെങ്കിലും നദിയിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കും. ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് നേരെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നാന്ന് തോന്നുന്നു വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. നല്ല ഇപ്പുറം ഒരു തടാകം, കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതാന്ന് തോന്നുന്നു തടാകം. ഇപ്പുറം മൊത്തം നെൽപ്പാടത്തിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നോക്കത്താ ദൂരത്തോളം ഉണ്ട്. നല്ലൊരു വ്യൂ.
ഓ താരിങ്ങനെ ആടുകൾ മേയുന്നുണ്ട്, ഇഷ്ടംമാതിരി ആടുകൾ. അല്ലോ ഒരു ഉടുമ്പിനെ പിടിച്ച് കൊല്ലുന്ന പട്ടി. പട്ടിയുടെ ഉടുമ്പിനെ കൊന്നുകളാട്ടാ. പട്ടിയിൽ എന്തോ അടി കഴിയുന്ന നാട്ടിനെ അന്നെ കടിച്ചാളിയാ. നോക്കുമ്പോ വലിയൊരു ഉടുമ്പ്, വല്ലാത്ത ഒരു ഉടുമ്പ് ചത്തിട്ടുണ്ടാ. പട്ടി കഴിച്ചോട്ട്. നമ്മളൊരു പശുവിനെ പോലെ കഷ്ടപ്പെടുന്നു. ഒരാളും എത്ര 100 അതും പശുവിന് കയറും മൂക്കയറും മറ്റേ നഷ്ടമൊന്നുമില്ല, ഇളക്കി വിടൽ തന്നെ. ഇവിടെ പോയാലും പിടിക്കാം. അത് ഒരു ആ മനുഷ്യനും ആ പശുക്കളുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്. അതാണ് അതിന്റെ ഒരു ഇത്. ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, നെല്ല. അതാണ് ഇടുന്ന എന്താണ് കൊണ്ടുപോകുന്നത്. ആ സൈഡിലെന്നുള്ള ഗോഡൗണ്, നെല്ലിന്റെ ഗോഡൗണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളക്കെട്ടും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ ആൾക്കാർ അലക്കുന്നല്ലുണ്ട്. ഒഴുക്ക് വെള്ളമാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളാ മുത്തിനൊന്ന് കുളിപ്പിച്ചെടുത്തേക്കാം അല്ല രശേ? ഓക്കെ പറ. നമ്മൾ ഗ്രാമങ്ങളിലോട്ട് വരുന്നോണ്ടില്ലേ, റോഡ് ഫുൾ കച്ചറ റോഡുകളാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡും നോക്കണം, ഫുൾ പൊടി. ആ റോഡാ ഫ്രണ്ടിൽ നോക്കിയാൽ ആ വണ്ടികളെ അവരെ തിരിയുന്നില്ല, ഓരോരോ വണ്ടികളെ. തൊട്ടപ്പുറത്ത് തന്നെ നെല്ലിൻ്റെ ഗോഡൗൺ കേട്ടോ. നെല്ലിൻ്റെ ഗോഡൗണാണ് തൊട്ടപ്പുറത്തുള്ളത്. ഇവിടെ ഫുൾ ട്രാക്ടറായത് ഇതേപോലത്തെ വണ്ടിയാണ്. എല്ലാവരും നെല്ലും കൊണ്ട് പോകുന്ന വണ്ടികൾ. നെല്ല് 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 നെല്ല്. നമ്മൾ അരിയല്ലേ ഇത്, നമ്മൾ അരി പാത്രമല്ല ആന്ധ്ര. അപ്പോൾ ഞാനത് കാത്തിക്കുന്നില്ല, ഇവനടുത്ത് പനി പണിക്കാൻ കഴിയില്ല, കഴുകി തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ആന്ധ്രയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഉള്ളത്. ഫുഡെല്ലാം കഴിച്ചു, വഴിക്ക് വെച്ച് ഫുഡ് ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ എങ്ങനെ എടുക്കാൻ എന്തായാലും. ഇപ്പൊ സമയം 4:30 3 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ പോകുന്ന വഴിയില്ല കുറച്ച് എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ വ്യൂ തന്നെ ആയിട്ട് ഉള്ളതല്ലേ ഇപ്പൊ ഈ സ്ഥലത്ത്. അതായത് രണ്ട് സൈഡിലും കുന്നുകൾ, ഈ ടൈൽസ് ഉണ്ടാക്കുന്ന കല്ലുകളാണ്. രണ്ട് സൈഡിലും കുന്നുകളും ഇത് ഈ എന്താ പറയാ മാർബിൾ ഉണ്ടാകുന്ന കല്ലില്ലേ, ആ കല്ലാണ് ഫുൾ എല്ലാ ഭാഗത്തും ഉള്ളത്. എല്ലാ ഭാഗത്തും രണ്ട് സൈഡിലും ഇതേ കാഴ്ചകൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൃഷിപ്പാടങ്ങളും. ആന്ധ്ര എന്ന് പറഞ്ഞാലല്ലേ ഈ ഒരു മറ്റേ രാജസ്ഥാനിലല്ലേ ശരിക്കും കല്ലിന് ഇത് കൃഷി? ഉണ്ടാതെ കേട്ടിട്ടുണ്ട് മാർബിളിന്റെ. പക്ഷേ ഇടി നല്ല എനിക്കുണ്ട് കേട്ടോ അല്ലേ? എന്താ ഏറ്റവും കൂടുതൽ ഒരു കുടിൽ വ്യവസായം പോലെ തന്നെ ഇതെല്ലാവരും കാണുന്നുണ്ട്, എല്ലാ ആൾക്കാരും കൊണ്ടുപോകുന്നുണ്ട് അല്ലേ കൃഷി? പക്ഷേ വലിയ മാർബിളായിട്ട് കാണുന്നില്ല, ചെറിയ 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 മാർബിളാണ് കാണുന്നത്. അതായത് കഷ്ടം കഷ്ടമല്ല. ഇതിനെ കൊണ്ടാണ് ഇവിടെ എല്ലാരും വീടെടുത്തിട്ടുള്ളത്. വീട് മാത്രല്ല, വീടിനെല്ലാ വീടും അതില് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ട്. അട്ടി വെച്ചിട്ടുള്ളത് എല്ലാ വീട്ടിലും ഇങ്ങനെ അട്ടി വെച്ചിട്ടാണ് ചുമരുകൾ ഉണ്ടാക്കിയത്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസമാണ്. ഇപ്പൊ നമ്മള് ഏകദേശം ഉള്ളത് പൂനൂർ എന്ന് പറഞ്ഞ ടൗണിലേക്കാണ് നമ്മൾ പിടിക്കുന്നത്. പൂനൂറേക്കാണ് 25 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. പൂനൂർ കുറെ കാഴ്ചകളുണ്ട് എന്നാണ് കാണിച്ചു തന്നത്. നോക്കാം അവിടെ പോയിട്ട് ബാക്കി. നേരം വളരെ വൈകി. നമ്മള് ആന്ധ്രയിലുള്ള കൂർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഒരു ഗല്ലിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു പുഴയല്ല അല്ലേ, ഒരു പാലേ ഉള്ളു അല്ലേ. അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശിലെ കാഴ്ചകളെല്ലാം
വിട്ട് നേരെ ഹൈദരാബാദിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. നമ്മൾ ഇവിടെ ഹാൾട്ടാക്കി നാളെ ഹൈദരാബാദിലുള്ള കാഴ്ചകളിലേക്കായിരിക്കും പോവാം. എന്നാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ചാർജായി വരും. പിന്നെ ഇനിയുള്ള ഫസ്റ്റ് വീഡിയോയിലല്ലേ കുറച്ച് ചാർജ് കുറവെല്ലാം ഉണ്ടാവും. കാരണം നമുക്കിത് പരിചയമൊന്നുമില്ലല്ലോ വേല ലൈഫെല്ലാം ചെയ്തിട്ട്. നമ്മളെ പുതിയ അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതുവരെ